ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹാജ കോർണർ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അവിൽ മിൽക്കാണ് ഉണ്ടാക്കുന്നത്. ഈ ചൂട് കാലത്ത് എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു ഐറ്റം ആയിരിക്കും ഇത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം, വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് മൈസൂർ പഴം അല്ലെങ്കിൽ പാളയംകോടൻ പഴം എന്നൊക്കെ പറയുന്ന ആ പഴമാണ്. ഇത് 6 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് പേസ്റ്റാക്കി എടുക്കണം. ഇത് ഇങ്ങനെ പേസ്റ്റ് ആവണമെന്നില്ല, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഉണ്ടായാലും കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇത് നമുക്ക് മിക്സിയിൽ ഒന്നിങ്ങനെ പേസ്റ്റാക്കാണ് ആദ്യം വേണ്ടത്. ഇനി ഞാൻ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലുപ്പമുള്ള ഗ്ലാസ്സാണ്. ഇതിൽ 2 ഗ്ലാസ്സാണ് നമ്മൾ അവിൽ മിൽക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് ഒരു 3 പഴം എന്ന രീതിയിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ പേസ്റ്റ് നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അവിൽ ചേർത്ത് കൊടുക്കാം. അവിലെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ വാങ്ങുന്ന അവിലല്ല, ഇത് അവിൽ മിൽക്കിനായിട്ട് തന്നെയുള്ള അവിലാണ്. ഇങ്ങനെ വറുത്ത അവിൽ എന്നൊക്കെ പറയും, അതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മറ്റേ അവിൽ ഇതിന് തീരെ മാച്ച് ആവില്ല. നമ്മൾ അവിൽ നനച്ചിട്ടൊക്കെ നമ്മൾ കഴിക്കില്ലേ, ആ അവിലല്ല ഇത്. ഇത് അവിൽ മിൽക്കിനായിട്ട് തന്നെ സെപ്പറേറ്റ് നമുക്ക് അവിൽ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ചെറി അരിഞ്ഞ് വെച്ചതും അതൊപ്പം തന്നെ കടല എന്ന് പറഞ്ഞാൽ നമ്മൾ അൺസാൾട്ടഡ് ആയിട്ട് കിട്ടുന്ന കടലയുണ്ടല്ലോ, ഇത് രണ്ടുമാണ് ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. എനിക്ക് കടലയൊക്കെ അത്യാവശ്യം ഇഷ്ടമായതുകൊണ്ട് ഞാൻ നന്നായിട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേറെ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ നോർമലായിട്ടുള്ള അവിൽ മിൽക്ക് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് നട്ട്സ് വേണമെങ്കിൽ കൊടുക്കാം. അതോടൊപ്പം തന്നെ ഐസ്ക്രീം സ്കൂപ്പ് വേണമെങ്കിൽ ചെയ്യാം. ഐസ്ക്രീം സ്കൂപ്പ് വെച്ച് ചെയ്യുന്നതാണ് നമ്മൾ സ്പെഷ്യൽ അവിൽ മിൽക്കായിട്ടൊക്കെ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്നത്. ഇപ്പോൾ നമ്മളൊന്നും ചെയ്തിട്ടില്ല, സിമ്പിളായിട്ടുള്ള ഒരു അവിൽ മിൽക്കാണ്. അപ്പോൾ നമ്മൾ ചെറിയും കടലയും ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ തിളപ്പിച്ച പാലാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചിട്ടുണ്ട്. തണുപ്പ് വേണ്ടെങ്കിൽ വേണ്ട, ഇങ്ങനെയാലും പ്രശ്നമില്ല. പാലിൽ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ, ഡയറക്റ്റ് പാൽ തിളപ്പിച്ച് അങ്ങനെ വെച്ചതാണ്. അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാൽ ഒഴിച്ചെടുത്താൽ മതി. പകരം അവിലും കടലയും ഒക്കെ കുറച്ചും കൂടി കൂട്ടാം. ഞാനിപ്പോൾ അവിൽ എത്രയാണ് ഇട്ടോ ഏകദേശം അത്രയൊക്കെ തന്നെ പാലും ചേർക്കുന്നുണ്ട്. കാരണം നമുക്ക് ഇപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് ദാഹമായിരിക്കുമല്ലോ കൂടുതൽ. അപ്പോൾ കഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ ദാഹവും വിശപ്പും രണ്ടും മാറും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം പാൽ ഇതിൽ ചേർക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ഇടുന്നത് വീഡിയോ നമുക്ക് കിട്ടിയില്ല. ഞാൻ പഞ്ചസാര ചേർത്തിട്ടാണ് കേട്ടോ ഈ ഇളക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരും പഞ്ചസാര ചേർക്കാതിരിക്കരുത്. പഴം മാത്രമായി കഴിയുമ്പോൾ അത്ര ഒരു മധുരമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഷുഗറൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അല്ലാത്തവർക്ക് തീർച്ചയായിട്ടും പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഇഷ്ടമാവുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ സിമ്പിളായിട്ടുള്ള അവിൽ മിൽക്ക് റെഡിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. Thank you.